നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. യൂത്ത് ലീഗ് തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AXCയെ ഉപരോധിച്ചു. നഗരസഭയിലെ 17-ാം വാർഡിൽ ഉൾപ്പെടുന്ന വിവിധ ഇടങ്ങളിൽ നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. പ്രമുഖ വ്യവസായി അനിമോൻ നന്ദനം തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ഗോപാലകൃഷ്ണൻ നൽകിക്കൊണ്ട് നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. ചെറുതോണിയിൽ നടന്ന ഏകദിന ഉപവാസ സമരം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആദ്യമായി ഇകിഗായി മാതൃകയിൽ തൊടുപുഴയിൽ റിട്ടയർമെന്റ് ഹോം ഒരുങ്ങുന്നു. പദ്ധതിയുടെ ഭാഗമായി ഷോ ഹൌസിന്റെ ഉദ്ഘാടനം 24-ന് സഫാരി TV MD സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സാന്നിധ്യത്തിൽ ഷീബ ജോർജ് IAS നിർവഹിക്കുന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ സ്കൂൾ തല വിദ്യാഭ്യാസ ജില്ലാ മത്സരങ്ങൾ നടന്നു. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ മത്സരം കട്ടപ്പന സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മത്സരം സെയിന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു. വാർത്തകൾ വിശദമായി. യൂത്ത് ലീഗ് തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AXCയെ ഉപരോധിച്ചു. വാർഡ് കൗൺസിലർ KM നിഷാദിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് PA നജീബ്, MSF ജില്ലാ സെക്രട്ടറി PM ബാബ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 17-ാം വാർഡ് ഉൾപ്പെടുന്ന വിവിധ ഇടങ്ങളിൽ നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത്. തൊടുപുഴ മുനിസിപ്പാലിറ്റി 17-ാം വാർഡ് ഇടവെട്ടി മേനോൻ പറമ്പ്, രണ്ടുപാലം, കാരക്കുന്നുപുറം മേഖലകളിലെ അടിക്കടി മുടങ്ങുന്ന കറന്റിന്റെ വിഷയം പരിഹരിക്കണമെന്നും ഈ മേഖലയിലേക്ക് തൊണ്ടിക്കുടിയിൽ നിന്ന് വരുന്ന 11 kVയിൽ നിന്നും വരുന്ന ABC കേബിൾ നിലവാരം കുറഞ്ഞതായതിനാൽ അടിക്കടി കത്തിപ്പോയി വൈദ്യുതി മുടങ്ങുകയും ചെയ്യുന്നുവെന്നും ചില ദിവസങ്ങളിൽ മണിക്കൂറുകളും ചില സമയത്ത് ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും വൈദ്യുതി നിരന്തരം മുടങ്ങുന്ന അവസ്ഥയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിനെതിരെയാണ് യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ AXCയെ ഉപരോധിച്ചത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി തൊണ്ടിക്കുഴ മേഖലയിൽ നിന്ന് വരുന്ന 11 kV നിന്ന് വരുന്ന ABC കേബിള് ദൈനംദിനം അത് കത്തിപ്പോവുകയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ആ മേഖലകളിൽ ഇടവട്ടിയുടെ പകുതി ഭാഗങ്ങൾ, തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ പകുതി ഭാഗങ്ങൾ കറണ്ട് പോകൽ ഇങ്ങനെ സ്ഥിരമായപ്പോൾ നമ്മളിവിടെ തൊടുപുഴ AE ആയിട്ട് ബന്ധപ്പെട്ട് AE പറഞ്ഞത് നമ്മുടെ 11 kV നിന്ന് വരുന്ന ഈ ABC കേബിൾ അത് ഡാമേജായി അങ്ങനെ കത്തിപ്പോകുന്നതാണ്. അപ്പോൾ അത് മാറാനുള്ള സംവിധാനമൊക്കെ ആലോചിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നിവേദനം കഴിഞ്ഞ ആഴ്ച കൊടുത്തു. 2 മാസക്കാലമായി നമ്മളിവിടെ കയറി ഇറങ്ങി നടക്കുകയാണ്. നമ്മളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചപ്പോഴത്തേക്കും ഈ ABC കേബിളിന് ഒരു നിലവാരമില്ല എന്നും ആ കേബിൾ തന്നെ അവിടെ തുടരുകയാണെങ്കിൽ ഇത് തന്നെ അവിടുത്തെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഇന്ന് കറണ്ട് പോയാൽ നാളെ വൈകുന്നേരം കറണ്ട് വരുള്ളൂ. അങ്ങനെ ദൈനംദിനം ഇപ്പോൾ ഈ മാസം തന്നെ 5 പ്രാവശ്യം അങ്ങനെ കറണ്ട് പോയി. 2 ദിവസം ഒരു ദിവസം കറണ്ട് പോണത്. ആ മേഖലയിൽ ഒരുപാട് രോഗികളുണ്ട്. നല്ല ചൂടാണ്. അതുപോലെ തന്നെ വെള്ളത്തിനെ അടുത്ത കിണറിൽ മോട്ടോർ വെച്ച് ആശ്രയിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. കറണ്ട് ഇങ്ങനെ ദൈനംദിനം പോകുമ്പോഴത്തേക്കും ഒരുപാട് രോഗികൾ ബുദ്ധിമുട്ടുകയാണ്. അപ്പം നിയമത്തിൻ്റെ വഴിക്ക് തൊടുപുഴ AEക്കും AXCക്കും നമ്മളവിടെ ഒരു 100 പേര് ഒപ്പിട്ട ഒരു നിവേദനം കഴിഞ്ഞ ദിവസം കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾ പറയുകയുണ്ടായി, നിയമത്തിൻ്റെ വഴി ഞങ്ങൾ പോകും, നിയമത്തിൻ്റെ വഴി പോയിട്ട് നടന്നില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിന് വഴിക്ക് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഒട്ടനവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലകളിൽ വോൾട്ടേജിന്റെ ക്ഷാമം മൂലം കഷ്ടത അനുഭവിക്കുന്ന, കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഓക്സിജൻ മെഷീന്റെ സഹായത്തോടെ ജീവശ്വാസം പിടിച്ചു നിർത്തുന്ന പാവപ്പെട്ട രോഗികളും കിണറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കാതെ കുടിവെള്ളത്തിന് കഷ്ടത അനുഭവിച്ചു വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകളും കണ്ടില്ലെന്ന് നടിക്കരുതെന്നും അവർ പറഞ്ഞു. അടിക്കടി മുടങ്ങുന്ന വൈദ്യുതി പ്രശ്നം പരിഹരിക്കാൻ തൊണ്ടിക്കുഴിയിൽ നിന്നും വരുന്ന ABC കേബിൾ ഉടൻ മാറ്റാമെന്നും എസ്റ്റിമേറ്റ് ഉടനെടുത്ത് ഉണ്ടപ്ലാവ് രണ്ടുപാലം മേഖലയിലെ പ്രശ്നങ്ങൾ നാളെ തന്നെ പരിഹരിക്കുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകി. വാർഡ് കൗൺസിലർ KM നിഷാദിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് PA നജീബ്, MSF ജില്ലാ സെക്രട്ടറി PM ബാബ, ഷാമൽ അസീസ്, VN അൻസാരി, ബാദുഷ അബ്ബാസ് എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. പ്രമുഖ വ്യവസായി അനിമോൻ നന്ദനം തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ഗോപാലകൃഷ്ണൻ നൽകിക്കൊണ്ട് നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു.
തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. ഏപ്രിൽ 12 മുതൽ 21 വരെയാണ് ഈ വർഷത്തെ ഉത്സവം. നോട്ടീസ് പ്രകാശനം ക്ഷേത്രത്തിൽ വെച്ച് പ്രമുഖ വ്യവസായി അനുമോൻ നന്ദനം തൊടുപുഴ മുനിസിപ്പൽ കൌൺസിലർ ഗോപാലകൃഷ്ണന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. പ്രശസ്ത നടി നർത്തകിമാരുമായ ശോഭന, കൃഷ്ണപ്രഭ, സരയു മോഹൻ, സ്റ്റാർ സിംഗർ ഫെയിം വിവേകാനന്ദൻ, ഗായകൻ സുദീപ് കുമാർ, ഗായിക മഞ്ജരി എന്നിവർ നേതൃത്വം നൽകുന്ന കലാപരിപാടികളും കൈകൊട്ടിക്കളിയും ബാലയും തുടങ്ങി നിരവധി പരിപാടികളാണ് ഇത്തവണത്തെ ഉത്സവത്തിന് ഒരുക്കിയിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവ ആഘോഷങ്ങളാണ് ഈ ക്ഷേത്രത്തെ പുറത്തേക്ക് വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളത്. വൈവിധ്യമാർന്ന കലാപരിപാടികൾ, അതുപോലെ തന്നെ ചെണ്ടമേളങ്ങൾ, മറ്റ് വാദ്യമേളങ്ങളെല്ലാം തൊടുപുഴ ക്ഷേത്രത്തിൽ വന്നാൽ ആവോളം ആസ്വദിക്കുവാൻ സാധിക്കുമെന്ന് ഭക്തജനങ്ങൾ മനസ്സിലാക്കുന്നു. ക്ഷേത്രത്തിലെ ആഘോഷ കമ്മിറ്റിയാകട്ടെ, ഉപദേശക സമിതിയാകട്ടെ, അതുപോലെ തന്നെ ഈ കമ്മിറ്റികൾക്കെല്ലാം എല്ലാവിധ നേതൃത്വവും നൽകുന്ന ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയാകട്ടെ, ഓരോ വർഷവും ചെല്ലുന്തോറും വളരെ ക്ഷേമമായ രീതിയിൽ ഉത്സവം ആഘോഷിക്കണമെന്ന നിർദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏപ്രിൽ മാസം 12-ാം തീയതി കൊടി കയറി ആരംഭിക്കുന്ന തിരുത്സവം ഏപ്രിൽ 21-ന് ആറാട്ടോടുകൂടിയാണ് സമാപിക്കുന്നത്. സെലിബ്രിറ്റികളായിട്ടുള്ള അനവധി കലാകാരന്മാരാണ് ഈ പ്രാവശ്യം വേദികളിലെത്തുന്നത്. അതിൽ തന്നെ കേരളത്തിൻ്റെ അഭിമാനവും എല്ലാവരുടെയും ശ്രദ്ധയിലും എല്ലാമുള്ള ശോഭനയുടെ നൃത്തം ഈ തിരുത്സവത്തിന് മാറ്റുകൂട്ടുന്നു. അതുപോലെ തന്നെ സിനിമ പിന്നണി ഗായിക അവതരിപ്പിക്കുന്ന ഗാനമേള, അങ്ങനെ ഭക്തിഗാനമേള തുടങ്ങിയുള്ള വൈവിധ്യമാർന്ന ഒരുപിടി കലാപരിപാടികൾ കൂട്ടിയിണക്കിക്കൊണ്ട് ഈ വർഷം നടത്തുന്ന തിരുത്സവ ആഘോഷ പരിപാടികളിലേക്ക് അതിൻ്റെ വിജയത്തിനായി എല്ലാ ഭക്തജനങ്ങളും ക്ഷണിച്ചാലും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഉത്സവം നടക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി അതൊരു ക്ഷണമായി കണ്ടുകൊണ്ട് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേരണമെന്നും ഈ തിരുത്സവത്തിൻ്റെ എല്ലാവിധമായ വിജയത്തിനും വേണ്ടി ആത്മാർത്ഥമായി എല്ലാവരുടെയും ഈ നാട്ടുകാരുടെയും എല്ലാം സഹകരണവും പ്രവർത്തനവും ഉണ്ടാകണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു, അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ KR വേണു, CC കൃഷ്ണൻ, കോർ കമ്മിറ്റി അംഗങ്ങളായ ഹരിദാസ് PG, അർജുൻ R, മനു ഹരിദാസ്, സുനിൽ കുമാർ, പ്രദീപ് കുമാർ, ഗോവിന്ദൻ നരിയനാൽ, ക്ഷേത്ര ജീവനക്കാരുടെ പ്രതിനിധികളായ KR മോഹൻദാസ്, രതീഷ് PR, ജിതിൻ മാരാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. ചെറുതോണിയിൽ നടന്ന ഏകദിന ഉപവാസ സമരം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. NGO ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷിഗാവ് പരീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS വിനോദ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക, 12-ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, തടഞ്ഞുവെക്കപ്പെട്ട ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, മെഡിസെപ്പിലെ വർദ്ധിപ്പിച്ച പ്രീമിയം തുക പിൻവലിച്ച് സർക്കാർ ഹിതത്തോടെ പരിഷ്കരിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള റിക്കവറിക്ക് കമ്മീഷൻ ഈടാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുക, ആശ്രയ നിയമന അട്ടിമറി പിൻവലിക്കുക, ഭൂനിയമ ഭേദഗതി പരിഷ്കരിച്ച് പട്ടയ വിതരണം ഉടൻ ആരംഭിക്കുക, ദേശീയപാത 85-ലെ മുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത്. ചെറുതോണിയിൽ നടന്ന ഏകദിന ഉപവാസ സമരത്തിൽ NGO ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് അധ്യക്ഷത വഹിച്ച യോഗം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളുടെയൊക്കെ ഒരു ശവപ്പുറമായി കേരളം മാറുകയാണ്. വാഗ്ദാന ലംഘനങ്ങളുടെ പിതാവാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് തെറ്റുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 12 കക്ഷികളെ കൂട്ടി ഭരിച്ചുകൊണ്ട് അത് ഇടതുപക്ഷ മുന്നണി എന്ന പേരിൽ ഈ സംസ്ഥാനത്ത് ഭരിക്കുമ്പോൾ സമസ്ത ജനവിഭാഗവും നിരാശയില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല,
എല്ലാ വിഭാഗം ജനങ്ങളും അവരവരുടേതായ കാരണങ്ങളുടെ ഈ ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്തുന്ന അവസ്ഥാവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ ഏതാനും ഒരു മാസത്തിന് മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിലെ 52 പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകൾ 36 പഞ്ചായത്തുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയപ്പോൾ 31 പഞ്ചായത്തുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാർ ഭരിക്കുന്ന ഒരു ജില്ലയായി ഇടുക്കി മാറി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അഭിവാദ്യം അർപ്പിച്ച് ജില്ലാ സെക്രട്ടറി CS ഷമീർ, ഷാജി ദേവസ്യ, ടോണി വർഗീസ്, CP സലീം, സാജു മാത്യു, CM രാധാകൃഷ്ണൻ, സജയ് കബീർ, സോളിക്കുട്ടി, KC ബിനോയ്, OM ഫൈസൽ ഖാൻ എന്നിവർ സംസാരിച്ചു. നിരവധി NGO യൂണിയൻ പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരളത്തിൽ ആദ്യമായി ഇകിഗായി മാതൃകയിൽ തൊടുപുഴയിൽ റിട്ടയർമെന്റ് ഹോം ഒരുങ്ങുന്നു. എബേൽസ് ഗാർഡൻ എന്ന പേരിൽ കരിമണ്ണൂരിലാണ് റിട്ടയർമെന്റ് ഹോം ഒരുങ്ങുന്നത്. 8 ഏക്കറിൽ 2 റൂമുള്ള 96 വില്ലകളും ക്ലബ് ഹൗസും പൂന്തോട്ടവും ഉൾപ്പെട്ട എല്ലാവിധ സൗകര്യങ്ങളും റിട്ടയർമെന്റ് ഹോമിൽ ഒരുക്കും. പ്രധാനമായും വിദേശത്ത് നിന്ന് തിരികെ നാട്ടിലെത്തുന്നവർക്ക് വേണ്ടിയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഷോ ഹൗസിന്റെ ഉദ്ഘാടനം 24-ന് സവാരി TV MD സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സാന്നിധ്യത്തിൽ ഷീബ ജോർജ് IAS നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജപ്പാനിലെ ഒക്കിനാവ ദ്വീപ് നിവാസികളുടെ ആയുർദൈർഘ്യം കൂടുവാനുള്ള കാരണമാണ് ഇക്കിഗായ് ജീവിതരീതി. തൊടുപുഴ കരിമണ്ണൂരിൽ ആരംഭിക്കുന്ന എബേൽസ് ഗാർഡൻ പിന്തുടരുന്നതും ഇക്കിഗായ് ജീവിതരീതിയാണ്. 8 ഏക്കറിൽ 2 റൂമുള്ള 96 വില്ലകളും ക്ലബ് ഹൗസും പൂന്തോട്ടവും ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും റിട്ടയർമെന്റ് ഹോമിൽ ഒരുക്കും. പ്രധാനമായും വിദേശത്തു നിന്ന് തിരികെ നാട്ടിലെത്തുന്നവർക്ക് വേണ്ടിയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഷോ ഹൗസിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. സഫാരി TV MD സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സാന്നിധ്യത്തിൽ ഇടുക്കി ജില്ലാ മുൻ കളക്ടറും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായ ഷീബ ജോർജ് IAS ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എബേൽസ് ഗാർഡൻ, അതായത് ആബേലിന്റെ പൂന്തോട്ടം എന്ന പേരിൽ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളെപ്പോലെയുള്ള, ഇപ്പം എനിക്ക് 60 വയസ്സായി, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഫുൾ ടൈം ഇങ്ങോട്ട് വരുന്നുള്ള ഒരർത്ഥത്തിലല്ല, എങ്കിൽ പോലും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ എന്നുള്ള ആശയം ഉള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു വർഷത്തിൽ മിനിമം ഒരു 6 മാസമോ അല്ലെങ്കിൽ 8 മാസമോ ഒക്കെ വന്ന് താമസിച്ച് തിരിച്ചു പോയി, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇവിടെ താമസിക്കാനുള്ള താല്പര്യമുള്ളവരുണ്ട്. അപ്പൊ അത്തരത്തില് ഉള്ള ആളുകൾക്ക് വേണ്ടി രൂപപ്പെടുന്ന ഒരു പ്രസ്ഥാനം. എന്തുകൊണ്ടും എറണാകുളം ആകുമ്പോൾ ഒരുപാട് ടൗൺ ആണ്, എന്നാൽ തൊടുപുഴ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ വളരെ മനോഹരമായ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, എല്ലാ രീതിയിലും നല്ല ഒരു, അതായത് വയസ്സുകാലത്ത് പ്രായമുള്ള സമയത്ത് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന കണ്ടെത്തലിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം രൂപപ്പെടുന്നത്. യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലും ഗൾഫിലും ഒക്കെയുള്ള ആളുകൾ തിരിച്ച് വരുമ്പോൾ അവർക്ക് ഒരു കൂട്ടായ്മയിൽ ഒരു സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസിനേക്കാൾ കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങൾ അടക്കമുള്ള ആളുകളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ താമസിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഞങ്ങളുടെ ആ ഒരു സതുദ്ദേശം നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടേതായ രീതിയിലുള്ള സപ്പോർട്ടെല്ലാം ഞങ്ങൾക്ക് വേണം. പുറത്തുനിന്നുള്ള ആളുകൾ മാത്രമല്ല, ഇപ്പം പുറത്തുനിന്നുള്ള ആളുകളുടെ പാരൻസ്, അവർക്കും ഈ ഇതിൽ പങ്കാളികളാകാവുന്നതാണ്. കാരണം ആ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ എല്ലാ ഫെസിലിറ്റിയോടും കൂടി, കാരണം 8 ഏക്കർ സ്ഥലത്താണ് എബേൽസ് ഗാർഡൻ വരുന്നത്. ആ 8 ഏക്കറിൽ 3-1 കൺസ്ട്രക്ഷൻ തീരും, ബാക്കി 3-2 ഗാർഡനാണ്. കാരണം ഞങ്ങളിത് ബേസ് ചെയ്തിരിക്കുന്നത് ഇക്കിഗായി എന്ന് പറയുന്ന ജാപ്പനീസ് ജീവിത ഫോർമുലേനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇക്കിഗായി ഇൻസ്പയർഡ് ആയിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന പ്രസ്ഥാനമാണ് എബേൽസ് ഗാർഡൻ. ഇത് ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, ഒരു റിവേഴ്സ് മൈഗ്രേഷന്, കാരണം കേരളം ഇന്നത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും പുറത്തേക്ക് പോകാറുള്ളതാണ്. അപ്പം കർണന്മാർ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പുറകെ പിള്ളേരും അവരെ വിസിറ്റ് ചെയ്യാൻ വരും. അപ്പൊ കേരളമായിട്ടുള്ള അവരുടെ ബന്ധം മുറിയാതെ നിൽക്കും. അപ്പോൾ റിവേഴ്സ് മൈഗ്രേഷന്റെ ഒരു തുടക്കമാണ് എബേൽസ് ഗാർഡൻ. ഇനി ഇങ്ങനെയുള്ള ഒത്തിരി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വരാൻ പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒത്തിരി പേര് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. ഓക്കെ, രണ്ടാമത്തെ സംഗതി, ആ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ഒരു എല്ലാ ഫെസിലിറ്റികളുമാണ് ഇവിടെ ഞങ്ങൾ ഒരുക്കും.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇക്കിഗായി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇതിന് 3 പ്രാധാന്യമാണ് ഏബിൾസ് ഗാർഡനുള്ളത്. അപ്പൊ അതുപോലെ ഞങ്ങളുടെ ഷോ ഹൗസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഇനാഗുറേഷനാണ് നാളെ കഴിഞ്ഞ് സന്തോഷ് ജോർജ് കുളങ്ങരയും മുൻ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് IAS നിർവഹിക്കാൻ പോകുന്നത്. ചടങ്ങിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഏബിൾസ് ഗാർഡൻ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ, MD ഹൈബിൻ തോമസ്, ഫൗണ്ടർ ജോസ്മോൻ ഫ്രാൻസിസ്, ഡയറക്ടർമാരായ സോജി തോമസ്, ഡോക്ടർ ബ്രിറ്റോ പോൾ, ഡിനിൽ പീറ്റർ, ഷിജു കുര്യൻ, അഭിലാഷ് സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കിയിൽ ന്യൂ ഇന്ത്യ ലിറ്ററൻസി പ്രോഗ്രാം സാക്ഷരതാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് 6013 പേർ. മികവോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സാക്ഷരതാ പരീക്ഷ ഈ മാസം 25-നാണ്. ഏറ്റവും കൂടുതൽ പേർ മികവോത്സവത്തിൽ പങ്കെടുക്കുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലാണ്. സാക്ഷരതാ പഠിതാക്കളിൽ 2183 പേരും 60 വയസ്സിന് മുകളിൽ പ്രായം ഉള്ളവരാണ്. മികവോത്സവത്തിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് നേടുന്നവർക്ക് തുടർന്ന് 4ാം തരം തുല്യതാ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ അവസരം നൽകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം നടക്കുന്ന ജില്ലയിലെ 18 ഗ്രാമപഞ്ചായത്തുകളിലായി 6013 പേർ സാക്ഷരതാ പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നു. മികുൽ ഉത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സാക്ഷരതാ പരീക്ഷ ഈ മാസം 25-നാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന അടിമാലി, മൂന്നാർ, ദേവികുളം, മാങ്കുളം, ചിന്നക്കനാൽ, ബൈസൺവാലി, രാജകുമാരി, നെടുങ്കണ്ടം, ഉടുമ്പൻചോല, അറക്കുളം, വണ്ണപ്പുറം, വാത്തിക്കുടി, കാഞ്ചിയാർ, വണ്ടൻമേട്, ചക്കുവള്ളം, വണ്ടിപ്പെരിയാർ, പാമ്പാടുംപാറ, ഉപ്പുതറ ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടന്നുവരുന്നത്. ഇവിടങ്ങളിലെ അവശേഷിക്കുന്ന നിരക്ഷരരെ കണ്ടെത്തി സാക്ഷരരാക്കുക എന്നതാണ് ലക്ഷ്യം. കേരള സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായി ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഉല്ലാസ് പദ്ധതിയുടെ പൊതുപരീക്ഷ മികവുത്സവം 2026 ജനുവരി 25-ാം തീയതി ജില്ലയിൽ നടക്കുകയാണ്. കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പൂർണ്ണമായ സഹകരണത്തോടെ സാക്ഷരതാ മിഷനാണ് ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പദ്ധതിയുടെ ഭാഗമായി 6013 പേരാണ് 25-ാം തീയതി നടക്കുന്ന പൊതുപരീക്ഷയിൽ മികവുത്സവത്തിൽ പങ്കെടുക്കുന്നത്. പട്ടിക വർഗ മേഖലയിൽ ഉൾപ്പെടെ തമിഴ് മേഖലകളിൽ ഉൾപ്പെടെയുള്ള പഠിതാക്കളാണ് നമ്മുടെ ഈ സാക്ഷരതാ പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. ഈ സാക്ഷരതാ പരീക്ഷ വിജയിച്ച് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നവർക്ക് തുടർന്ന് 4ാം തലത്തിലേക്ക് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി നമ്മുടെ ജില്ലയിൽ ഉണ്ടാവുകയാണ്. ഇടുക്കി ജില്ലയിലെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിൽ മുൻകാലങ്ങളിൽ എന്നതുപോലെ സാക്ഷരതാ മിഷൻ വഹിച്ച പങ്ക് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനായി ഈ പദ്ധതി ഉപകാരപ്പെടുമെന്നതിൽ സംശയമില്ല. ജില്ലയിലെ വളരെ വലിയൊരു വിഭാഗം, പ്രത്യേകിച്ച് തമിഴ് മേഖലകളിൽ മലയാളം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാത്തവരായിട്ടുള്ള ഒരു വലിയ വിഭാഗം ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിലൂടെ ഈ വരുന്ന 25-ാം തീയതിയോടുകൂടിയിട്ട് മലയാളം പഠിച്ച് മലയാളത്തിൻ്റെ ആ ഒരക്ഷര മധുരം നുകഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അവരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ പേർ മികവുത്സവത്തിൽ പങ്കെടുക്കുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലാണ്. 617 പേർ. രണ്ടാമത് നെടുങ്കണ്ടം 609 പേർ. തമിഴ് മേഖലകളിൽ നിന്നുള്ളവരാണ് ഭൂരിഭാഗം പഠിതാക്കളും. സാക്ഷരതാ പഠിതാക്കളിൽ 2183 പേരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. മികവുത്സവത്തിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് നേടുന്നവർക്ക് തുടർന്ന് 4ാം തരം തുല്യതാ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ അവസരം നൽകും. 6013 പേരാണ് ആകെ പരീക്ഷ എഴുതുന്നത്. ഇതിൽ സ്ത്രീകൾ 4056 പേർ. 1957 പേർ പുരുഷന്മാരാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ സ്കൂൾ തല വിദ്യാഭ്യാസ ജില്ലാ മത്സരങ്ങൾ നടന്നു. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ മത്സരം കട്ടപ്പന സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മത്സരം സെയിന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്വിസ് മത്സരത്തിന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് നേതൃത്വം നൽകി. ഫെബ്രുവരി 3-ാം വാരം ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെ നടക്കും. കേരളത്തിന്റെ സാമൂഹിക പുരോഗമന ചരിത്രം അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ സ്കൂൾ തല വിദ്യാഭ്യാസ ജില്ലാ മത്സരങ്ങളിൽ ആവേശകരമായ പങ്കാളിത്തം. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ മത്സരം കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മത്സരം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു. ഇരു വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുമായി 10 ടീമുകൾ വീതം ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി.
തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്വിസ് മത്സരത്തിന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് നേതൃത്വം നൽകി. കലേന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പോൾ സേവ്യർ ക്വിസ് മാസ്റ്ററായിരുന്നു. 52 സ്കൂളുകളിൽ നിന്നും 179 കുട്ടികൾ പങ്കെടുത്തു. ഫെബ്രുവരി 3-ാം വാരം ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെ നടക്കും. സ്കൂൾ തല ഫൈനൽ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടുന്നവർക്ക് 5 ലക്ഷം രൂപയും 2-ാം സ്ഥാനക്കാർക്ക് 3 ലക്ഷം രൂപയും 3-ാം സ്ഥാനക്കാർക്ക് 2 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുക. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രശസ്തി പത്രവും മൊമന്റോയും സമ്മാനമായി നൽകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ഇന്റർനെറ്റ് റേഡിയോ ആയ റേഡിയോ നെല്ലിക്കയുടെ പ്രചാരണാർത്ഥം 14 ജില്ലകളിലൂടെ കടന്നുപോകുന്ന റോഡ് ഷോയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. റേഡിയോ ജോക്കിയും പ്രശസ്ത മെന്റലിസ്റ്റുമായ സനൽ പാടിക്കാനം കുട്ടികളുമായി സംവദിച്ചു. പരിപാടികൾക്ക് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജാനി VR, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ജോമറ്റ് ജോർജ്, അധ്യാപകരായ സാവു ദേവസ്യ, സുനിത മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ഇന്റർനെറ്റ് റേഡിയോ ആയ റേഡിയോ നെല്ലിക്കയുടെ പ്രചരണാർത്ഥം 14 ജില്ലകളിലൂടെ കടന്നുപോകുന്ന റോഡ് ഷോയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് റോഡ് ഷോയ്ക്ക് സ്വീകരണം നൽകി. പ്രത്യേകം ക്രമീകരിച്ച വാഹനത്തിലൂടെ കുട്ടികൾ ലൈവ് റേഡിയോ പരിപാടികൾ അവതരിപ്പിച്ചു. പറത്തിയും കൂട്ടവിൽ പാലും പാഴവും നല്ല ശർക്കരയും പുഴയുടെ തീരത്തോരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. റേഡിയോ ജോക്കിയും പ്രശസ്ത മെന്റലിസ്റ്റുമായ സനൽ പാടിക്കാനം കുട്ടികളുമായി സംവദിച്ചു. മറക്കാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കുകയും ഓർക്കാൻ പറയുന്ന കാര്യങ്ങൾ മറക്കുകയും ചെയ്യുന്നതാണ് നമ്മളെല്ലാവരും. മതി 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 ഓക്കെ. എന്തായാലും പാട്ടുകൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പതിയും അല്ലേ? പതിയുമല്ലോ? പതിയും. അതുപോലെ ആവട്ടെ. താങ്ക് യു സോ മച്ച്. നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? സഫാരി ചാനലില്ലേ? സഫാരി ആ പ്രോഗ്രാമില് അമേരിക്കയിൽ നിന്ന് അല്പമായിട്ടാണ് എന്റെ ക്യാമറ കണ്ണുകൾ എന്നെ തന്നെ തിരിഞ്ഞു നോക്കിയത്. കേട്ടില്ലേ? ഇനി പരസ്യം കൂടി പറയാം. വിശ്വസ്തയുടെ സുഹൃത്തുക്കളുമായി 90486104. എന്നാ ഇതൊന്നും പറയുന്നത് ഞാനല്ല. പരിപാടികൾക്ക് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജാനി VR, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ജോമറ്റ് ജോർജ്, അധ്യാപകരായ സാബു ദേവസ്യ, സുനിത മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 11-ന് കാസർഗോഡ് നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത്. റേഡിയോ നെല്ലിക്കയുടെ പര്യടനം 30-ന് തിരുവനന്തപുരത്ത് അവസാനിക്കും. ഇടുക്കി ജില്ലയിൽ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂൾ, കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടത്തി. Radio Nellika is a children's radio channel. It is very interesting and fun. It shares stories, songs, poems and good message for children. പാതിരിഞ്ഞൊരു പൂവൊട്ടു ഞാനെന്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വഴിത്തല സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ 88ാം വാർഷികാഘോഷം നടത്തി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ മാത്യു കോണിക്കൽ പതാക ഉയർത്തി. പൊതുസമ്മേളനം ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഫാദർ മാത്യു M. മുണ്ടക്കൽ, പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ അനൂപ്, വാർഡ് മെമ്പർ ക്ലമന്റ് ഇമ്മാനുവൽ, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് കുഞ്ചരക്കാട്ട്, പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ്, ഹെഡ് മിസ്ട്രസ് ജിജി ജെയിംസ്, അധ്യാപക പ്രതിനിധി നിവി നെല്ലൂർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. തൊടുപുഴയുടെ പടിഞ്ഞാറ് ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ വഴുത്തലയുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമായ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 88ാമത് വാർഷികവും വിരമിക്കുന്ന 3 അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ മാത്യു കോണിക്കൽ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. 20-ലധികം വർഷങ്ങളുടെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന 3 അധ്യാപകർക്ക് ആദരവ് നൽകുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ പൊതുസമ്മേളനം ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് ഉദ്ഘാടനം ചെയ്തു. 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ടീച്ചർമാരുടെ സൈഡിൽ ഇരിപ്പുണ്ടെങ്കിലും ഒരു സ്കൂൾ ആനിവേഴ്സറിയിൽ ഇത്ര അച്ചടക്കത്തോടും വളരെ
ശ്രദ്ധാപൂർവം ഇരിക്കുന്ന വിദ്യാർത്ഥികളെ ആദ്യമേ തന്നെ നിങ്ങളെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജീവിതം എന്ന് പറയുന്നത് ആസ്വദിച്ച് ജീവിക്കണം. അത് ആസ്വദിക്കേണ്ടത് എപ്രകാരമാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. ആരെയും കമ്പയർ ചെയ്യാതെ കഠിനാധ്വാനത്തിലൂടെ ലക്ഷ്യബോധത്തിലേക്ക് കൊച്ചു സാക്രിഫൈസിലൂടെ മുന്നോട്ട് പോകണം. സ്കൂൾ മാനേജർ റവറൻ ഫാദർ മാത്യു കോണിക്കൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഫാദർ മാത്യു എം മുണ്ടയ്ക്കൽ യാത്രയയപ്പ് സന്ദേശം നൽകി. സംസ്ഥാനതല കലാ കായിക ശാസ്ത്ര പ്രതിഭകളെ മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോൺ ആദരിച്ചു. USS ഉൾപ്പെടെയുള്ള വിവിധ സ്കോളർഷിപ്പുകൾ നേടിയ വിദ്യാർത്ഥികളെ പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിബിത അനൂപ് അനുമോദിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TC ജോബ് വിവിധ പ്രൊഫിഷ്യൻസി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ ക്ലമന്റ് ഇമ്മാനുവൽ, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് കുഞ്ചിറക്കാട്ട്, PTA പ്രസിഡന്റ് ജെയ്സൺ ജോർജ്, MPTA പ്രസിഡന്റ് സവിത മധു, അധ്യാപക പ്രതിനിധി നിബി നെല്ലൂർ, സ്കൂൾ ലീഡർ അരുൺകുമാർ പിങ്കൽ എന്നിവർ ആശംസകൾ നേർന്നു. 24 വർഷത്തെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹൈസ്കൂൾ ഗണിത അധ്യാപിക ഡാലിയ സേവ്യർ, 22 വർഷത്തെ സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന ഹൈസ്കൂൾ ഹിന്ദി അധ്യാപിക കൊച്ചിറാണി N ജോർജ്, 13 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് വിരാമം കുറിക്കുന്ന ജോയി ഇലവനാൽ എന്നിവർ മറുപടി പ്രസംഗങ്ങൾ നടത്തി. ഹെഡ് മിസ്റ്റസ് ജിജി ജെയിംസ് സ്കൂൾ വാർഷിക റിപ്പോർട്ടും വീഡിയോ അവതരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ് സ്വാഗതവും സ്കൂൾ ചെയർമാൻ വർഗീസ് ജോർജ് നന്ദിയും പറഞ്ഞു. ഇതോടൊപ്പം 2026 സ്കൂൾ അഡ്മിഷനോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രോസ്പെക്ടസ് രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഫാദർ മാത്യു എം മുണ്ടയ്ക്കൽ പ്രകാശനം ചെയ്തു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. ഇതിൽ ഓപ്പറേഷൻ സിന്ദൂർ വിഷയമാക്കി കുട്ടികൾ അവതരിപ്പിച്ച നൃത്തശില്പം ശ്രദ്ധേയമായി. അന്തരിച്ച മലയാള സിനിമാ പ്രവർത്തകൻ ശ്രീനിവാസന് ആദരവ് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിവിധ ചിത്രങ്ങളുടെ ഭാഗങ്ങളും ഗാനരംഗങ്ങളും ഉൾപ്പെടുത്തി നടത്തിയ പരിപാടിയും ശ്രദ്ധിക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, വഴുതല. മുള്ളരിങ്ങാട് കാട്ടാന വീട് തകർന്നു. വീട്ടുകാർ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട്. വീടിന് അപകടമുണ്ടാകുമെന്ന് കണ്ട് വനം വകുപ്പിൽ മുറിച്ചു മാറ്റാൻ അപേക്ഷ നൽകിയ മരമാണ് ആനകുത്തി മറിച്ചിട്ടത്. മുള്ളരിങ്ങാട് നിവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി പറഞ്ഞ് മാസങ്ങൾ തികയും മുമ്പാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു കുടുംബത്തിന് വീട് നഷ്ടപ്പെട്ടത്. മുള്ളരിങ്ങാട് കാട്ടാന വീട് തകർത്ത് വീട്ടുകാർ രക്ഷപ്പെട്ട സംഭവത്തിൽ വീടിന് അപകടകരമാകുമെന്ന് കണ്ട് വനംവകുപ്പിൽ മുറിച്ചുമാറ്റാൻ അപേക്ഷ നൽകിയ മരമാണ് ആന കുത്തിമറിച്ചിട്ടത്. അന്ന് അപേക്ഷ നൽകുമ്പോൾ ഉണ്ടായിരുന്ന റേഞ്ച് ഓഫീസർ സ്ഥലം മാറിപ്പോയെങ്കിലും പകരം വന്നയാളും നടപടിയെടുത്തില്ല. മുള്ളരിങ്ങാട് നിവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി പറഞ്ഞു പോയിട്ട് മാസങ്ങൾ തികയും മുൻപാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു കുടുംബത്തിന് വീട് നഷ്ടപ്പെട്ടത്. ഭക്ഷണം തേടി നാട്ടിലിറങ്ങുന്ന വന്യമൃഗത്തെ വേട്ടയാടാനോ ഭയപ്പെടുത്താനോ വനനിയമം അനുവദിക്കാത്തതിനാൽ ഇവ യഥേഷ്ടം നാട്ടിലിറങ്ങി ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. നടന്നെങ്കിൽ ജീവൻ പോകില്ലായിരുന്നു. ഇന്നലെ എനിക്ക് വയ്യാത്തത് കാരണം വീട്ടിലേക്ക് ഞാൻ കൊച്ചിൻ്റെ അടുത്തേക്ക് പോയതാണ്. അത് കാരണം ഇന്ന് എണിച്ചിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും രാത്രി 4:30 ആയപ്പോഴേക്കും ഒച്ച കേട്ടോണ്ട് ഞങ്ങൾ സംശയപ്രകാരമായിട്ട് രാത്രിയിൽ ഓടി വന്നപ്പോൾ പെര മൊത്തം തകർന്നു പോയി. ഇനിയൊക്കെ ഒന്നുമില്ല. പെര അടിമോളെത്തി എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ദീപാങ്കോട്ട് കട്ടില് മെഷീന് എല്ലാം പോയി. ഇനി ഇതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. ജീവിക്കുമെന്നുള്ളവർ ഇനി എന്തോരം കഷ്ടപ്പെട്ടാലും എൻ്റെ പേരാണെങ്കിൽ ഇത് പേര മൊത്തം പൊടി. ഇതിനിടെ വനസംരക്ഷണം എന്ന പേരിൽ നാട്ടിലെ ചെറിയ റോഡുകളുടെ പോലും നിർമ്മാണം തടയുക, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുക, മണ്ണിളക്കിയതിനും കൃഷി ചെയ്തതിനും നട്ടുപരിപാലിക്കുന്ന മരങ്ങൾ മുറിക്കുന്നതിനും നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും പേരിൽ കേസെടുത്ത് ആനന്ദം കൊള്ളുന്ന പരിപാടിയിൽ ഏർപ്പെടുകയാണ് കാളിയാർ വണ്ണപ്പുറ റേഞ്ചിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇവരുടെ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ വാർത്ത നൽകിയാൽ മാധ്യമങ്ങളെ സമൂഹ മാധ്യമങ്ങൾ വഴി അപഹസിക്കാനുള്ള മറുപടിയാണ് കാളിയാർ റേഞ്ച് ഓഫീസർ കാട്ടുന്നത്. ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കർഷകന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൂടാതെ തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ക്രമക്കേടുകളെക്കുറിച്ച് വലിയ ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. യൂണിഫോം ഇട്ടാൽ മറ്റൊരു ലോകത്താണെന്ന ഭാവമാണ് ഇവർക്ക്. കേസെടുത്തും വികസനം മുടക്കിയും പ്രദേശത്തെ കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവിതം നരകതുല്യമാക്കുന്ന വകുപ്പായി
ഇത് അധപ്പതിച്ചെന്ന് നാട്ടുകാരും രാഷ്ട്രീയ നേതാക്കളും പറയുന്നു. വനംവകുപ്പിന്റെ ഉദ്യോഗ ആധിപത്യം ഇല്ലാതാക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും തൊമ്മൻകുത്ത് പുഴയ്ക്ക് കുറുകെ പാലം പണി വൈകിപ്പിക്കുകയും ദേശേരി തോക്കുമ്പൻ റോഡിന്റെ വികസനം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന വകുപ്പിന്റെ അധോലോക സ്വഭാവം കണ്ടില്ലെന്ന് സർക്കാർ നടിക്കുന്നതായും ആരോപണമുണ്ട്. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് പിഴുതുകൊണ്ടുപോയി വിശ്വാസികളെ അവഹേളിച്ച ഈ വകുപ്പിന് കൃഷിയിടത്തിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനൊന്നും ചെയ്യാനാകുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, മുള്ളരിങ്ങാട്. ഉടുമ്പൻചോല താലൂക്ക് ആസ്ഥാനമായ നെടുങ്കണ്ടത്തു നിന്നും തമിഴ്നാട്ടിലെ തേനിയിലേക്കുള്ള ദൂരം 34 കിലോമീറ്ററോളം കുറയുന്ന തേവാരം റോഡിനായി പ്രക്ഷോഭം ശക്തമാക്കി തേവാരം ജനത. സമരപരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളവും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തേവാരത്ത് കടകൾ അടച്ചും മറ്റും ജനങ്ങൾ പ്രതിഷേധം നടത്തിയിരുന്നു. രണ്ടാം ഘട്ട സമരമായാണ് നിരാഹാര സമരം നടത്തിയത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 25ഓളം ഗ്രാമങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു. തമിഴ്നാട്ടിലെ തേവാരത്ത് നിന്നും നടന്ന പരിഹാര സമരത്തിൽ കേരളത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച KPCC സെക്രട്ടറി MN ഗോപി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കേരളത്തിലെ ഏലത്തോട്ടങ്ങളിലേക്ക് അനുദിനം ആയിരക്കണക്കിന് തൊഴിലാളികളാണ് തമിഴ്നാട്ടിൽ നിന്നും ബോഡിമെട്ട്, കമ്പംമെട്ട് എന്നീ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കടന്നുവരുന്നത്. ഇരുന്നും നിന്നും നെടുങ്കണ്ടത്തെത്തുവാൻ 70 കിലോമീറ്റർ വരെ സഞ്ചരിക്കണം. എന്നാൽ നെടുങ്കണ്ടം പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയിലൂടെയുള്ള റോഡ് നെടുങ്കണ്ടം കോമ്പയാർ ഉടുമ്പൻചോല റോഡിലെ ചാക്കുളത്തി മേട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ തേവാരത്തിനടുത്തുള്ള മീനാക്ഷിപുരത്തേക്ക് 4 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ ഈ ദൂരം 36 കിലോമീറ്ററായി കുറയും. മീനാക്ഷിപുരത്ത് നിന്നും 4 കിലോമീറ്റർ മാത്രം തമിഴ്നാടിൻ്റെ അതിർത്തി മേഖലയിലൂടെ റോഡ് നിർമ്മിച്ചാൽ ഇരു സംസ്ഥാനങ്ങൾക്കും അത് ഏറെ പ്രയോജനകരമാകും. ആരോഗ്യമേഖലയിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഇടുക്കിയിലെ ജനങ്ങൾ ആവശ്യഘട്ടങ്ങളിൽ ആശ്രയിക്കുന്ന തേനി മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം കുറയുന്നത് രോഗികൾക്കും ഏറെ പ്രയോജനകരമാണ്. 81 ஆரம்பித்த போராட்டம் இன்னைக்கு வரைக்கும் அது நடந்துட்டு இருக்கு. ஒரு 6 மாதத்துக்கு முன்னாடி கூட பாரத்தோடில் ஒரு டாக்டரு, லேடி டாக்டரு, அங்கே இங்கே பாதை வர முடியாமல் சுற்றி 2 மணி நேரம் சுற்றி வந்ததுனால இறந்துட்டாங்க. அவங்க குழந்தையும் இறந்துடுச்சு, இதுவும் இறந்துட்டாங்க. தயவு செஞ்சு இந்த ரோடு ஒரு ஆம்புலன்ஸுக்கு வழி விட்டால் கூட எங்களுக்கு நல்லா சந்தோஷமாக இருக்கும். அதுவும் இல்லாமல் கூலி தொழிலாளிக 2 மணி நேரம் 3 மணி நேரம் சுற்றி போகிறாங்க. நேரம் இன்மை. சபரிமலை வந்தாலும் அதே மாதிரி ஒன்வே ஆக்கிடுறாங்க, சுற்றி போகிறாங்க. அதுக்கும் இந்த பாதை வந்துச்சுன்னா ஆக்சிடென்ட் இல்லாத பாலம் 3.5 கிலோமீட்டர் பாதை தான். அதை தயவு செஞ்சு அரசாங்கம் இதை மனதில் எடுத்துக்கொண்டு, தமிழ்நாடு அரசாங்கம் தான் இதை முக்கியமாக காரணம், சட்டசபையில் இதை பாஸ் பண்ணி சென்ட்ரல் கவர்மெண்ட்டுக்கு கொண்டு போய் சேர்த்து ரெடி பண்ணாங்கன்னா நல்லா இருக்கும். ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തേവാരത്ത് കടകളടച്ചും വാഹനങ്ങൾ ഓടിക്കാതെയും ജനങ്ങൾ പ്രതിഷേധം നടത്തിയിരുന്നു. രണ്ടാം ഘട്ട സമരമെന്ന നിലയിലാണ് നിരാഹാര സമരം നടത്തിയത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 25ഓളം ഗ്രാമങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു. തമിഴ്നാട്ടിലെ തേവാരത്ത് നടന്ന നിരാഹാര സമരത്തിൽ കേരളത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KPCC സെക്രട്ടറി MN ഗോപി ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത്. തേവാരം മുട്ട് തേവാരം റോഡ് കേരളീയരെ സംബന്ധിച്ചും തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചും ഏറെ പ്രാധാന്യമുള്ളതാണ്. പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഒരു അന്തർസംസ്ഥാന രംഗത്ത് വലിയ ചുവടുവെപ്പായിരിക്കും, അന്തർസംസ്ഥാന ബന്ധത്തിൽ വലിയ ചുവടുവെപ്പായിരിക്കും തേവാരംമെട്ടിൻ്റെ റോഡിന് നിർമ്മാണം. 4 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ ഇവിടെ നിന്നും നമുക്ക് കേരളത്തിൻ്റെ തമിഴ്നാട് അതിർത്തിയിൽ എത്താൻ കഴിയും. ഇന്ന് കേവലം 4 കിലോമീറ്റർ ദൂരം റോഡ് പണിയുന്നതിന് വേണ്ടി 4 പതിറ്റാണ്ട് കാലമായി ഈ നാട്ടിലെ ആളുകൾ സമരം ചെയ്യുകയാണ്. കേരളീയരും തമിഴ്നാട്ടുകാരും. കേരളത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ സംസ്ഥാന അതിർത്തി വരെ BMBC സ്റ്റാറ്റസിലുള്ള റോഡ് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി തമിഴ്നാടാണ് ചെയ്യേണ്ടത്. 40 വർഷക്കാലമായി ആളുകളുടെ ഒരു ആവശ്യമാണ്. പണ്ട് രാജഭരണകാലത്തും അതിന് ശേഷവുമൊക്കെ അങ്ങോട്ട് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, റോഡുണ്ടായിരുന്നു, വാഹനങ്ങൾ ഓടിയിരുന്നു. ഇപ്പോൾ ഫോറസ്റ്റ് അതെല്ലാം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി തമിഴ്നാട് സർക്കാർ, തമിഴ്നാട് PWD വകുപ്പും തമിഴ്നാട്ടിലെ വനം വകുപ്പും അടിയന്തരമായി നടപടി സ്വീകരിക്കണം. ഈ റോഡിന് നിർമ്മാണത്തിന് വേണ്ടതായ നടപടി സ്വീകരിക്കണം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 40 ഗ്രാം കഞ്ചാവും പറമ്പിൽ നട്ടുവളർത്തിയിരുന്ന കഞ്ചാവ് ചെടിയുമായി മധ്യവയസ്കൻ പിടിയിൽ. വാത്തിക്കുടി പഞ്ചായത്തിലെ ബഥേൽ ആലങ്കൽ കുര്യാക്കോസ് ആണ് മുരിക്കാശ്ശേരി പോലീസിന്റെ പിടിയിലായത്. ഉണക്ക കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നതായി രഹസ്യവിവരം ലഭിച്ചതിന് അനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രി മുരിക്കാശ്ശേരി SHO KM സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 40 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. തുടർന്ന് ഇയാളുടെ പുരയിടം പരിശോധിച്ചപ്പോഴാണ് 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. 3 മാസം പ്രായമായതും 1 മാസം പ്രായമായതുമായ 2 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. കുര്യാക്കോസ് തന്നെ നട്ടുവളർത്തി പരിപാലിച്ചു പോന്നിരുന്നതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
9ാം സിദ്ധ ദിന ജില്ലാതല ആചരണം തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രി സിദ്ധ വിഭാഗത്തിൽ വച്ച് നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി റെജി അധ്യക്ഷത വഹിച്ചു. 9ാം സിദ്ധാദിന ജില്ലാതല ഉദ്ഘാടന ചടങ്ങുകൾ തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രി സിദ്ധ വിഭാഗത്തിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാനൊരു 35 വർഷം മുമ്പ് ഞാൻ ഓർമ്മിക്കുന്നു, ശ്രീ രാമഭദ്രൻ അല്ലേ, ഇവിടുത്തെ സതീഷ് വാര്യരുടെ, ഇപ്പോഴും സതീഷ് വാര്യരുണ്ടല്ലോ ഇവിടെ, അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു DMO. ആ സമയത്ത് അദ്ദേഹം ഇതുപോലെ ജില്ലാ പഞ്ചായത്തിൽ മീറ്റിങ്ങിന് വരുമ്പോഴൊക്കെ ഇവിടെ ഫണ്ട് അനുവദിക്കണം എന്നും പറഞ്ഞ് ഞാനിവിടെ വരികയും വിസിറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഈ ബിൽഡിംഗ് ഒന്നുമില്ല, കുറേ പഴയ കെട്ടിടങ്ങളും വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന കുറേ സ്റ്റാഫും ഇവിടെ വരുന്ന രോഗികളും, യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അന്ന് മുതലാണ് ജില്ലാ പഞ്ചായത്ത് ഇങ്ങോട്ട് കാര്യമായി ഫണ്ട് അനുവദിക്കുകയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഭാഗമൊന്നും ഇവിടെ ഇല്ലായിരുന്നു. എന്തായാലും നമുക്കറിയാം, ഇന്ന് ആയുർവേദത്തിൽ വളരെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് സിദ്ധ വിഭാഗം എന്ന് പറയുന്നത്. അതിന്നിവിടെ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഇവർ സംസാരിച്ചുകൊള്ളും. ചടങ്ങിൽ നാഷണൽ ആയുഷ് മിഷൻ DDM ഡോക്ടർ ശ്രീദർശൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി റെജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെറോം P. കുര്യൻ സിദ്ധദിന സന്ദേശം നൽകി. വാർഡ് കൗൺസിലർ PA ഷാഹുൽ ഹമീദ്, ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ UB എന്നിവർ ആശംസകൾ നേർന്നു. സിദ്ധ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VB വിജയകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത 100ഓളം രോഗികൾക്ക് പ്രത്യേക മർമ്മ ചികിത്സയും ശ്വാസകോശ രോഗികൾക്ക് പ്രത്യേക OPയും സൗജന്യ ഷുഗർ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ഡോക്ടർ VB വിജയകുമാർ, ഡോക്ടർ നീതു പ്രസാദ്, ഡോക്ടർ നിത്യ, ഡോക്ടർ ജയപ്രിയ, ഡോക്ടർ ശ്രീനാഥ്, ഡോക്ടർ സേതുലക്ഷ്മി ഉണ്ണി, ഡോക്ടർ ഗോഡ്സി സെബാസ്റ്റ്യൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് ലീഗ് തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AXCയെ ഉപരോധിച്ചു. നഗരസഭയിലെ 17ാം വാർഡിൽ ഉൾപ്പെടുന്ന വിവിധ ഇടങ്ങളിൽ നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. പ്രമുഖ വ്യവസായി അനിമോൻ നന്ദനം തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ഗോപാലകൃഷ്ണൻ നൽകിക്കൊണ്ട് നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. ചെറുതോണിയിൽ നടന്ന ഏകദിന ഉപവാസ സമരം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആദ്യമായി ഇഗിഗായി മാതൃകയിൽ തൊടുപുഴയിൽ റിട്ടയർമെന്റ് ഹോം ഒരുങ്ങുന്നു. പദ്ധതിയുടെ ഭാഗമായി ഷോ ഹൌസിന്റെ ഉദ്ഘാടനം 24-ന് സഫാരി TV MD സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സാന്നിധ്യത്തിൽ ഷീബ ജോർജ് IAS നിർവഹിക്കുന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ സ്കൂൾ തല വിദ്യാഭ്യാസ ജില്ലാ മത്സരങ്ങൾ നടന്നു. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ മത്സരം കട്ടപ്പന സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മത്സരം സെയിന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.